ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കാതെ എൻ്റെ വീട്ടിൽ വേറൊരു നോമ്പ് തുറയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒട്ടും വിചാരിക്കാതെയാണ് ഞായറാഴ്ചത്തെ ഒരു നോമ്പ് തുറയും കൂടി ഇവിടെ അങ്ങനെ തുറക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പോൾ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇടത്താഴം മുതലുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ ദിവസമാണ് കേട്ടോ ഇത്ര ഹെവി ആയിട്ടൊരു ഇടത്താഴമൊക്കെ കഴിച്ചിട്ട് നോമ്പ് വയ്ക്കുന്നത്. എല്ലാവരും ഇടത്താഴത്തിന് എഴുന്നേറ്റപ്പോൾ പിന്നെ ചോറൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലേന്ന് തന്നെ കുറച്ച് ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആണത്തിന് വേണ്ടിയിട്ട് അനിയത്തിതായ പപ്പടത്തിൻ്റെ ആണക്കറിയാണ് കേട്ടോ വെച്ചത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അവളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കറിയാന്ന് പറഞ്ഞു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പപ്പടം ഉണ്ടാക്കിയിട്ടൊരു കറിയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തോരനും അച്ചാറും പിന്നെന്താ നമ്മളുടെ ഇന്നത്തെ കേരക്കറി ഉണ്ടായിരുന്നേ. പിന്നെ പപ്പടവും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആണക്കറി. അങ്ങനെ ഇടത്താഴമൊക്കെ കഴിഞ്ഞാണ് ഹാദുക്കുട്ടൻ എഴുന്നേക്കുന്നത് കേട്ടോ. ഹാദുക്കുട്ടൻ ഈ ചോറൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ വെള്ളം മാത്രം കുടിച്ചിട്ട് നോമ്പ് വെച്ചു. എന്നിട്ട് ഇതാ എല്ലാവരും കൂടെ പള്ളിയിൽ പോവാണ് കേട്ടോ. പിന്നെ സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മോനിൻ്റെ കൂടെ എല്ലാവരും പള്ളിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്നാണ് കരുതിയിരുന്നത്. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഇങ്ങനെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കമൊക്കെ ആയപ്പോഴത്തേക്കിനും മോനുവിന് ഭയങ്കര നിർബന്ധം. പിന്നെ ഇക്കായും പറഞ്ഞു എല്ലാവരും കൂടെ ഒരു ദിവസം കൂടെ ഒന്ന് നോമ്പ് തുറക്കാന്ന് പറഞ്ഞിട്ട് മോന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇക്കായും എല്ലാവരും സമ്മതിച്ചു കേട്ടോ. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, നോമ്പ് തുറന്നിട്ട് പോവാം. കാരണം ഇന്നലെ ഇക്ക ഉണ്ടായിരുന്നില്ല നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത നോമ്പ് തുറ ആയതുകൊണ്ട് തന്നെ തട്ടിക്കൂട്ടി കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും റാഹത്തായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് നോമ്പ് തുറയൊക്കെ പോയി. അപ്പോൾ ഇതാ മുട്ട കുറച്ച് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചിക്കനൊക്കെ മേടിച്ച് വരണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 1-2 സ്നാക്സ് ആദ്യമേ റെഡിയാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞതും മല്ലിയിലയും പിന്നെ ബ്രെഡ് ക്രംസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കിഴങ്ങ് പുഴുങ്ങിയതും അതുപോലെ നമ്മുടെ മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടിയാണ് കേട്ടോ ആ ഒരു പാത്രത്തിലുള്ളത്. പിന്നെ കുറച്ച് അധികം കുരുമുളക് പൊടിയും ഉപ്പും ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഈ ഒരു ബ്രെഡിൻ്റെയും ആ ഒരു സവാള പച്ചമുളക് മല്ലിയില എല്ലാം കൂടി ഇട്ടത് നന്നായിട്ടൊന്ന് തിരുമ്മി ചേർക്കുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇത് വഴറ്റിയിട്ടും ചേർക്കാം കേട്ടോ. സവാള വേണമെങ്കിൽ ഒന്ന് വഴറ്റിയിട്ടും ചേർക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു മുട്ട ഗ്രേറ്റ് ചെയ്തതും കിഴങ്ങ് നന്നായി പുഴുങ്ങി ഉടച്ചെടുത്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആക്കണം കേട്ടോ. ഞാനാണെങ്കിലേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തൊക്കെ വെച്ച് പല പാത്രത്തിലാക്കിയൊക്കെ വെച്ചു. അനിയത്തി ഇത് ഓർക്കാണ്ട് വന്ന് എല്ലാം കൂടെ ഒന്നിച്ചാക്കിയതാണ് കേട്ടോ, കിഴങ്ങും മുട്ടയും കൂടെ. അപ്പോൾ അതാണ് അങ്ങനെ കാണിച്ചത്. എന്തായാലും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതെല്ലാം റെഡി ആക്കിയിട്ടുണ്ടല്ലോ. അപ്പുറത്തോട്ട് ഫോണൊക്കെ എടുത്തിട്ട് വരാമെന്ന് ഓർത്ത് അപ്പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ കിഴങ്ങും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒന്നിച്ചാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾ പറഞ്ഞു ഞാൻ അറിഞ്ഞോ ഇതിപ്പോൾ ചെയ്യാൻ പോവാണെന്ന്. ഞാൻ ഓർത്തു ഇതെന്താ ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് വിചാരിച്ചിട്ട് വേഗം ജോലി ഒതുക്കിയേക്കാന്ന് വിചാരിച്ചിട്ട് അവൾ ചെയ്തെന്ന് പറഞ്ഞു.